എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് നാളായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാരണം ഞാനത് ചെയ്യാതിരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരി മറ്റൊരു കലനെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോഴും ഒന്നിനെ വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഞാനിരിക്കണം. എനിക്കങ്ങനെ ഒന്നുമില്ല. പക്ഷേ ഇതിനെ പറ്റിയിട്ട് ഞാൻ മുമ്പേ ഏതൊരു വീഡിയോയിൽ കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. എങ്കിലും ഇതിനെ പറ്റി എനിക്ക് ആധികാരികമായിട്ടൊന്ന് പറയണം എന്ന് തോന്നി. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു 11 വയസ്സ് മുതൽ തിരുവാതിരക്കളി പഠിപ്പിക്കുന്ന ആളാണ്. പഠിപ്പിക്കാൻ വെച്ചാൽ അന്നൊക്കെ സ്കൂളിൽ നമ്മൾ യൂത്ത് ഹോസ്റ്റലിന് കുറച്ച് പാട്ടുകളെടുക്കും, നന്നായിട്ട് അറിയാവുന്ന ആരെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും, അങ്ങനെയാണ്. പക്ഷേ ഞാനത് തുടർന്നു കൊണ്ട് പോന്നു എന്നുള്ളതാണ് സത്യം. അതങ്ങനെ പോയി എൻ്റെ 22 വയസ്സ് വരെ കൊടുങ്ങല്ലൂർ വെച്ചിട്ട് 20 വയസ്സ് വരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 20 വയസ്സ് വരെ കേരളോത്സവത്തിന് വരെ പോയിട്ടുണ്ട്, ജില്ലാ തലത്തിലൊക്കെ മത്സരിക്കാനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ തിരുവാതിരക്കളി പഠിപ്പിക്കാൻ തുടങ്ങി. ഇപ്പം ഈ മെഗാ തിരുവാതിരകൾ അല്ലാതെ ചെറിയ 10 പേര് 12 പേരടങ്ങുന്ന തിരുവാതിരകൾ, 8 പേരുള്ള തിരുവാതിരകൾ, അങ്ങനെ ഗ്രൂപ്പിനൊക്കെ ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ പഠിപ്പിക്കുന്നതൊന്നും ഞാൻ ഫീസ് പറഞ്ഞിട്ടല്ല ഞാൻ പഠിപ്പിക്കുന്നത്, ഫീസ് വാങ്ങിയിട്ടുമല്ല ഞാൻ പഠിപ്പിക്കുന്നത്. എന്നോടെല്ലാവരും ചോദിക്കും എന്താണ് ടീച്ചറിൻ്റെ ഫീസ് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാനതൊരു പാഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ പാഷനാക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എനിക്ക് പാഷനാക്കാൻ പറ്റുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് എനിക്കൊരു ജോലി ഉള്ളത് കൊണ്ടാണ്. അപ്പം കലനെ ഉപജീവനമാർഗ്ഗമായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും പാഷനാക്കാൻ പറ്റില്ല. അവർക്കൊന്നും ഒരു ശത്രുവല്ല ഞാൻ. കാരണം മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിക്കാറില്ല. കാരണം മത്സരങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. അത്രയ്ക്ക് റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റാറില്ല. പിന്നെ അത്രയ്ക്ക് വലിയൊരു ടീച്ചറാണെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. എൻ്റെ അറിവിൽ ഞങ്ങളുടെ ഇവിടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് പോകണം, പെരിഞ്ഞണം മൂന്നുള്ളിയിലൊരു നസീർ മാഷുണ്ട്. മാഷ് ഇപ്പോൾ പഠിപ്പിക്കേണ്ടോ എന്ന് എനിക്കറിയില്ല. മാഷാണ് ആദ്യം ഞാൻ കണ്ടിട്ടുള്ള നല്ലൊരു തിരുവാതിര ഒപ്പനയൊക്കെ പഠിപ്പിക്കുന്നൊരു മാഷ്. അതിനുശേഷം പിന്നീട് പലരും കണ്ടിട്ടുണ്ട്, ഇല്ലായില്ല. എങ്കിലും ഇതൊന്നുമല്ല നമ്മുടെ വിഷയം. അപ്പോൾ ട്രഡീഷണൽ തിരുവാതിരയും ഇപ്പോഴത്തെ കുറച്ച് കളികളുണ്ട്. ആ കളിയെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് സിനിമാറ്റിക് ഡാൻസും ഇവർ കളിക്കുന്ന ഈ ഡാൻസും തമ്മിൽ വലിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം ആ ഒരു രീതിയിലാണ് സിനിമാറ്റിക് ഡാൻസ്, സെറ്റും മുണ്ടും ബ്ലൗസൊക്കെ ഇട്ടിട്ട് അവർ ആൾക്കാർ വിളിക്കുന്ന സ്ഥലത്ത് പോയിട്ട് കളിക്കുന്നു. ആ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. സിനിമാറ്റിക് ഡാൻസിനും പറയാൻ പറ്റില്ല, സിനിമാറ്റിക് ഡാൻസും അല്ല തിരുവാതിരക്കളിയും അല്ലാത്ത ഒരു ഡാൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതിനൊരിക്കലും കൈകൊട്ടി കളിയുന്നോ ഒരു പരമ്പരാഗതമായൊരു പേരിട്ട് വിളിക്കാനോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം അതിന് ഞാൻ കുറ്റവും പറയണില്ല. കാരണം അത് ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ ഒരു കല കൊണ്ട് ഉപജീവന മാർഗം ആയിട്ട് കൊണ്ട് നടന്നിട്ട് ജീവിച്ചു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ അതൊരു ഉപകാരമാണ്. പക്ഷെ ഞാനിത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ഈ ട്രഡീഷണൽ തിരുവാതിര പഠിപ്പിക്കുന്ന എന്നെപ്പോലുള്ളവരും ട്രഡീഷണൽ തിരുവാതിര ഇഷ്ടപ്പെട്ടിട്ട് കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും വർഷങ്ങളായിട്ട്, ഞാനെന്നൊക്കെ പറഞ്ഞാൽ 20-25 വർഷത്തിന് മേലെ ഉണ്ടാവും തിരുവാതിരക്കളി പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അന്ന് മുതലേ പഠിപ്പിച്ച് തുടങ്ങുന്ന എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങൾ വെറുതെ പോയിട്ടാണ് പല സ്ഥലത്തും തിരുവാതിരക്കളി കളിക്കാറുള്ളത്. പൈസ പോലും ആരും കൊടുക്കാറില്ല. ഇതിപ്പോൾ ഈ ഒരു തിരുവാതിരല്ലേ എന്നാണ് പറയണത്. പക്ഷേ നമ്മൾ ട്രഡീഷണൽ തിരുവാതിര പഠിച്ചെടുക്കാനും അതിൻ്റെ ചിട്ടവട്ടത്തോടുകൂടി കളിക്കാനും വേണ്ടിയിട്ട് നല്ല എഫർട്ടുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. ഇവരുടെ ഈ തിരുവാതിര എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് സ്റ്റെപ്പ് പഠിച്ചാൽ ഒരു പാട്ടിനനുസരിച്ചിട്ട് അവർക്കതങ്ങനെ ചെയ്തു പോവാം. പക്ഷേ ട്രഡീഷണൽ തിരുവാതിര അങ്ങനെയല്ല. ട്രഡീഷണൽ തിരുവാതിരയ്ക്ക് അതിൻ്റെ ചിട്ടയോടുകൂടി അതിൻ്റേതായ രീതിയിൽ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നല്ല പോലെ നമ്മൾ മെനക്കെടണം. ഒരു 10 മിനിറ്റിൻ്റെ കളിയൊക്കെ നല്ല രീതിയിൽ കളിക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 2 മാസമെങ്കിലും പ്രാക്ടീസ് ചെയ്താലേ കളിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു സ്റ്റെപ്പ് പിന്നത്തെ വരിയിൽ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനത്തെ കളി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. മിക്ക പാട്ടുകൾക്കും ഏകദേശം ഒരേപോലത്തെ സ്റ്റെപ്പായിരിക്കുള്ളൂ. അപ്പോൾ അതൊന്നും വിഷയമല്ല അവർക്ക്. ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ. പക്ഷേ ആൾക്കാരുടെ ആസ്വാദന രീതിയും കലയെക്കുറിച്ചിട്ടുള്ള തിരിച്ചറിവില്ലായ്മയും നല്ല രീതിയിലുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് മനുഷ്യന്മാരെ ആസ്വദിക്കുന്ന ഏത് രീതിയെയും, അതായത് പാട്ട്, നൃത്തം പോലുള്ള എന്തും കല തന്നെയാണ്.
പക്ഷേ എനിക്ക് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, ഒരു സ്റ്റേജിലൊരു, എന്നെ സംബന്ധിച്ച് ഏതൊരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കുക, അംഗീകാരം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പം എൻ്റെ ചുറ്റിലും ഈ തിരുവാതിരക്കളി കളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പറയും, ടീച്ചറെ നമുക്ക് മാത്രം എന്താണ്, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്താണ്, നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ, നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്നത്. പക്ഷേ നമുക്കൊന്നും ചെയ്യാനില്ല. കാണികളുടെ ആസ്വാദന നിലവാരത്തിൻ്റെ വ്യതിയാനമാണ് ഇപ്പം ഈ കാണുന്ന കാഴ്ചകളെല്ലാം. അപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ. പലരും എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ചെയ്തതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ തിരുവാതിര കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കതൊരു ഹെൽപ്പാണ്. ചിലപ്പോൾ ഒരു ട്രെൻഡായിട്ട് കുറച്ചധികം കാലം ഇതുണ്ടാവാം. അത് കഴിഞ്ഞാൽ ട്രെൻഡ് മാറുമ്പോൾ അത് മാറും. പക്ഷേ അന്നും ഇന്നും എന്നും നിലനിൽക്കുക ട്രഡീഷണൽ തിരുവാതിര ആയിരിക്കും. അത് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോട് പറയാറുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഏത് കാലത്തും നിലനിൽക്കുന്നത് ഇത് തന്നെയായിരിക്കും. ഇത്രയും അധികം കാലങ്ങളായിട്ട് മാറിയിട്ടില്ലല്ലോ അത്. അപ്പോൾ അതങ്ങനെ നിലനിൽക്കും, നമുക്കും ഒരു ദിവസം വരും എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അപ്പോൾ നന്ദി, നമസ്കാരം.